മിടുക്കിയായ 1.5 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന സ്നേഹസമ്പന്നരായ 2 അച്ഛനമ്മമാരുള്ള മേഘ എന്തിനിങ്ങനെ ചെയ്തു, ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഏകദേശം ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ അന്വേഷണം ചെന്നെത്തുന്നത്. ഇപ്പം അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. മേഘയുടെ അച്ഛൻ തന്നെയാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും ഡൗട്ടായിരുന്നു, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി എന്തിനൊരു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. പക്ഷെ ഇപ്പോ അറിയാൻ കഴിഞ്ഞത് മേഘ എന്ന പെൺകുട്ടി കൊടും ക്രൂരതയ്ക്ക് തന്നെ ഇരയായിട്ടുണ്ട്. മേഘയുടെ മാതാപിതാക്കൾ പറയുന്നത് മേഘ ശാരീരികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു എന്നാണ്. ഇവനാണ് സുഗാന്ത്. ഇവന്റെ മുഖം എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പൊ ഈ സുഗാന്തിനെ മേഘ പരിചയപ്പെടുന്നത് ട്രെയിനിങ്ങിനിടയിലാണല്ലോ. അങ്ങനെ ഇവരുടെ പരിചയം വളർന്നു. പിന്നെ അത് പ്രണയമായി. അതിനുശേഷം 2 പേർക്കും, ഒരാൾക്ക് ട്രിവാൻഡ്രത്തും മറ്റേയാൾക്ക് എറണാകുളത്തും ജോലി കിട്ടുന്നു. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന IB ഉദ്യോഗസ്ഥനായ സുഗാന്ത് സുരേഷ് മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ്. അപ്പൊ ഈ സുഗാന്തുമായിട്ടുള്ള റിലേഷൻ മാതാപിതാക്കൾ ആദ്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ പോയപ്പോഴാണ് ഒരു ദിവസം മേഘയുടെ പിതാവ് മേഘയ്ക്ക് ഒരു പുതിയ കാർ സമ്മാനമായി നൽകുന്നത്. മകൾ ജോലി ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ്. എന്നാൽ ഒരു ദിവസം ആ അച്ഛന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. കാർ എറണാകുളം അരൂരിലെ ടോൾ പ്ലാസ കഴിഞ്ഞു പോയപ്പോൾ ഫാസ്ടാഗിൽ നിന്ന് പണം പോയതിന്റെ മെസ്സേജാണ് പിതാവിന് ലഭിച്ചത്. അപ്പോൾ തന്നെ പിതാവ് മകളെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. പിന്നെ കൂടുതൽ മകൾ ഒളിക്കാനൊന്നും നിന്നില്ല. സുഗാന്തുമായിട്ടുള്ള പ്രണയ വിവരം പിതാവിനെ അറിയിച്ചു. ഒരു പ്രണയ വിവരം മകൾ അല്ലെങ്കിൽ മകൻ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യമൊന്നും മാതാപിതാക്കൾ സമ്മതിക്കില്ല. അതുപോലെ തന്നെ മേഘയുടെ മാതാപിതാക്കൾ ആദ്യം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ മേഘയുടെ താല്പര്യം കണ്ട് ഒരേ ഒരു മകളാണല്ലോ, ആ ഒരു ഇഷ്ടവും കൂടി നടത്തി കൊടുത്തേക്കാം എന്ന് അവർ ചിന്തിച്ചു. പക്ഷെ പിതാവ് പറഞ്ഞു വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അങ്ങനെ മേഘ സുഗാന്തിനോട് പറയുന്നു. സുഗാന്ത് വരാമെന്ന് പറയുന്നു. ഇതിന് ശേഷം സുഗാന്ത് വരാമെന്ന് പറഞ്ഞിട്ടും അച്ഛന് വയ്യ എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളാൽ വരാതെ ഇരിക്കുന്നു. അതിനുശേഷം മേഘയോട് പറയുന്നു, എനിക്ക് ഈ IB ഉദ്യോഗസ്ഥനായി ഇരിക്കാനല്ല താല്പര്യം, എനിക്ക് സിവിൽ സർവീസിനോടാണ് താല്പര്യം എന്നൊക്കെ പറയുന്നു. ശേഷം ഇവരുടെ റിലേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട്. പിന്നീടാണ് മേഘ അറിയുന്നത് സുഗാന്തിന് മേഘയെ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ സുഗാന്ത് എന്ന് പറയുന്ന വിശ്വാസവഞ്ചകൻ മേഘയോട് വിശ്വാസവഞ്ചന മാത്രമല്ല ചെയ്തിരുന്നത്, ആ കുട്ടിയുടെ ശമ്പളം മുഴുവൻ ഇവൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. മേഘയുടെ പിതാവ് പറയുന്നത് മേഘയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം മുഴുവൻ സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28 അവസാനം കിട്ടിയ സാലറി അടക്കം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട്. അവസാനം മേഘയുടെ അക്കൗണ്ടിൽ 80 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷം പിതാവിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. മേഘയുടെ സുഹൃത്തുക്കൾ മേഘയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എന്റെ കയ്യിൽ ഇപ്പോൾ അത് ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ പറഞ്ഞപ്പോൾ കേക്ക് മേടിക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല, ബർത്ത്ഡേ കേക്ക് മേടിക്കാൻ പോലുമുള്ള പൈസ മേഘയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സുഗാന്ത് എന്ന് പറയുന്ന വഞ്ചകൻ ഈ കുട്ടിയുടെ കാശ് മൊത്തം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, ഇത്രയും നാൾ ജോലി ചെയ്ത പൈസ മുഴുവൻ അവൻ അടിച്ചു മാറ്റി. പ്രണയം നടിച്ച് വിശ്വസിച്ച് ശാരീരികപരമായി ഉപയോഗിച്ചു. അവസാനം അവൻ കല്യാണത്തിൽ നിന്നും പിന്മാറി. ഇത്രയും വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, സാമ്പത്തിക ശേഷിയുള്ള, മാസം 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം മേടിക്കുന്ന ഇവൻ എന്തിനീ ഒരു ക്രൂരത ചെയ്തു? സുഗാന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ്. അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക പെൻഷൻ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സുഗാന്തിന്റെ അച്ഛൻ പല ഇടങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കാനുള്ള എല്ലാ വകയുമുള്ള ആളാണ് ഈ സുഗാന്ത്. എന്നിട്ടും ഈ സുഗാന്ത് ഈ പെൺകുട്ടിയെ എന്തിനിങ്ങനെ ചൂഷണം ചെയ്തു? പ്രണയം നടിച്ച് വിശ്വസിപ്പിച്ച് ഒരു പെൺകുട്ടിയെ ഇല്ലാതാക്കി. ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കണം. ഇനി ഇവനൊരു ജോലിയും കിട്ടരുത്. ഇവന്റെ മുഖം എല്ലാവരും ഓർത്തു വെച്ചോ. ഇനി ഇവനൊരു വിവാഹവും ഉണ്ടാകരുത്. സുഗാന്തിനെ ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിട്ടയച്ചു. ഇപ്പൊ വീണ്ടും അന്വേഷിച്ചപ്പോൾ 3-4 ദിവസമായിട്ട് സുഗാന്തിന്റെ വീട് അടഞ്ഞു കിടക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പൊ സുഗാന്ത് ജോലി സ്ഥലത്ത് ലീവ് എഴുതി കൊടുത്ത് മുങ്ങിയിരിക്കുകയാണ്. ഒളിവിലിരുന്ന് ജാമ്യത്തിനായി ശ്രമിക്കുന്നു എന്നുള്ളൊരു വിവരവും കിട്ടിയിട്ടുണ്ട്. എന്താണെങ്കിലും നല്ലൊരു വിവാഹ ജീവിതം, കുടുംബജീവിതം സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായി. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി കുട്ടിയുടെ അച്ഛനാണ് ഇപ്പൊ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.